ഇന്നൊരു ചക്ക കിട്ടിയേ. ചക്ക എന്ന് പറഞ്ഞാൽ വലിയൊക്കെയല്ല കേട്ടോ, ഇടിച്ചക്ക. നമ്മുടെ നാട്ടിലൊക്കെ ഇടിച്ചക്ക എന്ന് പറയും. ഇത് കൊത്തി അരിഞ്ഞ് തോരൻ വെക്കുന്നവരുണ്ട്, ഇടിച്ച് തോരൻ വെക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഇടിച്ചക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇടിച്ച് എങ്ങനെയാണ് ചക്ക തോരൻ വെക്കുന്നതെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇടിച്ചക്ക തോരൻ വെക്കാൻ പോവാം. ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആ ഇടിച്ചക്ക കഷ്ണിച്ചിട്ട് അതിൻ്റെ പുറം തോലി ഇങ്ങനെ ചെത്തിക്കളഞ്ഞു. ഇനിയിപ്പം ഇങ്ങനെ ചെത്താൻ അറിയാൻ മേലാത്തവരാണെങ്കിൽ ഇടിച്ചക്ക മുഴുവനെ കഴുകിയിട്ട് കഷ്ണിച്ച് കുക്കറിലിട്ട് ആവി കയറ്റി കഴിഞ്ഞിട്ട് ഈ കരിന്തൊലി കളയുന്നവരും ഉണ്ട്. ഇപ്പം ഞാനതിങ്ങനെ പുറമെ പച്ചയ്ക്ക് തന്നെ കഷ്ണിച്ച് ഇതിങ്ങനെ ഇട്ട് കഴുകി കുക്കറിൽ വേവിക്കണ്ട കേട്ടോ. കുക്കറിൽ വേവിച്ച് അങ്ങ് വെന്ത് പോകും. ഇതൊന്ന് തിളച്ച് ആയി കഴിയുമ്പോൾ തിരിച്ച് മറിച്ച് വിട്ടൊന്ന് തിളച്ച് ആക്കി എടുക്കുക. ഇതിനകത്തൊരു ശകലം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഇത് അടുപ്പേ വെച്ചൊന്ന് പകുതി പുഴുങ്ങിയെടുക്കട്ടെ. ചക്ക അടുപ്പേ വെച്ചിരിക്കുക. അതൊന്ന് പകുതി വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കവേ. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ എടുത്തു. തേങ്ങ കഴന്ന തേങ്ങയായിട്ട് ഞാനങ്ങ് പൂളി ഇട്ടു. അപ്പോൾ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട്, ഒരു കഷ്ണം ചുമന്നുള്ളി, 2 ചുള വെളുത്തുള്ളി, പിന്നെ കാന്താരി കണ്ടോ, നമ്മുടെ ഫ്രഷ് കാന്താരി നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചതാണ് കണ്ടോ, നല്ലതല്ലേ. ഇത് കണ്ടു കഴിയുമ്പോൾ കടിച്ചു കൂട്ടി ചോറിനാൻ തോന്നുന്നത് നമ്മുടെ ഫ്രഷ് കാന്താരിയാണ്. അപ്പോൾ ഒരു 10-12 കാന്താരി കിട്ടും. കറിവേപ്പില കണ്ടോ, ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് ഒടിച്ചതാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല നാടൻ കരിയാപ്പില. അപ്പോൾ അത് ഒരു ഇതെല്ലാം ഇട്ടേക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ. നമ്മൾ സാധാരണ ചക്ക വേവിക്കാനായിട്ട് ചതയ്ക്കുന്ന പോലെ തന്നെ. ഇനി ഒരു സാധനം കൂടെ മറന്നുപോയി ഞാൻ, ചെറിയ ജീരകം, അത് ഇത്രയും കൂടി ഇട്ടു. ഇനി ഇതൊന്ന് ചതച്ചെടുത്ത് നോക്കട്ടെ. ആ ചക്ക വെന്ത് ഈ പരുവത്തിലാക്കി ഇടിച്ചക്ക. അത് ഞാനിങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനത്തെ കല്ലിനകത്തിട്ടാണ് ഇടിച്ചത് കണ്ടോ. ഇങ്ങനെ ഇടിച്ച് പൊടിച്ച് വെച്ച സാധനമാണിത്. ഇനി ഇത് കടുക് വറുക്കട്ടെ. ഇനി അതിന് കടുക് തളിച്ച് നമുക്ക് ചേർക്കാവേ. എണ്ണ ചൂടായി, തീ ഒരു ശകലം കുറച്ച് വെക്കണേ. കടുക് പൊട്ടി ചെയ്യുമ്പോൾ ഇനി നമുക്ക് അതിന് ആവശ്യമായിട്ട് വേണ്ടിയത് ഉഴുന്ന് പരിപ്പാണേ. ഒരു ശകലം ഉഴുന്ന് പരിപ്പ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല, പക്ഷേ ഇതിന് തോരനൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഉണക്കമുളക്, ചുമന്ന മുളക് മുറിച്ച്, കറിവേപ്പില ഇല്ല. ഇനി അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച കാന്താരി, തേങ്ങ, വെളുത്തുള്ളി, ജീരകം എല്ലാം കൂടി ഇതിനകത്തൊന്ന് ഇടുക. തേങ്ങ അറിയാവുന്ന എല്ലാം കൂടെ ഒന്ന് ചതച്ച് അതിലിടുക. ഈ അരപ്പ് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. പച്ചമണം വരല്ല അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ആ കൂടെ നമുക്ക് അതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടാം. സാധനം ഉണ്ടല്ലോ, കുഞ്ഞ് സ്പൂണിനാണേ, ഒരു സ്പൂൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ. ഇപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെ ഉപ്പ് ഇടുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഇതിലെല്ലാം പിടിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഉപ്പ് വരത്തില്ല. നല്ലപോലെ മൂപ്പ് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ചക്കാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത്. സർവത്ര ഇടിയും കൊണ്ട് അതിനകത്ത് നമുക്ക് ചേർക്കാം. ഒരു ചക്കയുടെ പകുതി ഞാൻ എടുത്തുള്ളൂ കേട്ടോ. അത് പൊടിച്ച് വന്നപ്പോൾ ഇത്രയായി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, ഇപ്പോൾ പകുതി ചക്ക കുക്കായിട്ടുള്ളൂ കേട്ടോ. പകുതി വെന്തതാണ്. അങ്ങ് വെന്ത് പോയാൽ പിന്നെ നമുക്ക് ഈ പരുവത്തിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പകുതി വേവിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, ഇപ്പോൾ ഉപ്പും നമ്മൾ ഇട്ടല്ലോ, എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മൂടി ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് ആവി കയറ്റണം. ഒരു ശകലം വെള്ളം ഈ നടുക്ക് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ അരച്ച പാത്രത്തിൽ തന്നെ മതി. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റെങ്കിലും വേകണ്ടേ. ചക്കയല്ലേ, പകുതി വെന്തെന്ന് തന്നെ പകുതി വേകണ്ടേ. ഇല്ല നമുക്ക് വയറിന് അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് അത് വേകട്ടെ. എൻ്റെ ഇടിച്ചക്ക തോരൻ റെഡിയായി. ദൂരെ രാജ്യത്തൊക്കെ ഇരുന്ന് കണ്ട് കൊതി വിടുന്നവർക്കായിട്ട് ഇത് ഞാൻ ഒത്തിരി പേരെന്നെ വിളിച്ച് ഇങ്ങനെ പറയും, എൻ്റെ കുക്കിംഗ് ഇഷ്ടമാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ഫേസ്ബുക്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ, യൂട്യൂബിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇടിച്ചക്കയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്ന ഇടിച്ചക്കയ്ക്ക് ആദ്യം നമസ്കാരം.
പിന്നെ എല്ലാവരും ഇങ്ങനെ നാട്ടിലൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലുള്ളവർക്ക് വലിയ ഇതൊന്നും അല്ലായിരിക്കും ഇത്. നല്ലൊരു ഫുഡാണ്, നല്ലൊരു തോരനാണ്. ഇതിപ്പോൾ നമുക്ക് ഈ ചോറിൻ്റെ കൂടെ അല്ലേ പോലും അങ്ങനെ കഴിക്കാം കേട്ടോ. സമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.